ചേട്ടത്തിയേ പാപ്പ ഇങ്ങെത്തി. ഇരുന്നൂറിലധികം സിനിമകളിലെയും സീരിയലുകളിലെയും സ്വഭാവ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും ശ്രദ്ധേയനായ നടനാണ് കൊല്ലം തുളസി. അതെ, തർക്കമുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ വിസ്മയം തീർത്ത ഈ അതുല്യ പ്രതിഭ കവിത, രാഷ്ട്രീയം എന്നീ മേഖലകളിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനപ്പുറവും ചെയ്യുന്നവനാണ്. എനിക്ക് അനുഭവമുണ്ട്. തനി മലയാളിത്തമുള്ള വേഷങ്ങളിലൂടെ ചിരിപടർത്തിയ നടനായതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇന്നും അദ്ദേഹത്തിനോട് ഒരു ബഹുമാനമുണ്ട്. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്, അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ മര്യാദ കെട്ടവരെ, നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാൻ ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. 1979 പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു അദ്ദേഹം. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഒരു നടൻ എന്നതിലുപരി ബെർലിനിലായിരിക്കുന്ന സ്വന്തം കൊച്ചുമകളുടെ പഠന മികവിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ ഫാമിലി മാൻ കൂടിയാണ് അദ്ദേഹം. നമസ്കാരം, ഞാൻ കൊല്ലം തുളസിയാണ്. ഞാനൊരു സിനിമാ നടനായിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നും അല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കൊച്ചുമകള് അശ്വതി, അവൾ +2 കഴിഞ്ഞ് എല്ലാത്തിനും A+ മേടിച്ച കുട്ടിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ വളരെ പ്രതീക്ഷയുള്ള ഒരു കുട്ടിയാണ്. അവൾക്ക് MBBS. എൻ്റെ കുടുംബത്തിൽ വേറെയൊക്കെ ഉണ്ട്. എൻ്റെ മരുമോനൊക്കെ ഡോക്ടേഴ്സൊക്കെ തന്നെ. പക്ഷേ എങ്കിലും ഇവൾക്ക് ഡോക്ടറാകണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അവൾ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ട്യൂഷൻ പോലും ഇല്ലാതെ എല്ലാത്തിനും A+ മേടിച്ച കുട്ടിയാണ്. അങ്ങനെ ഇവിടെ ബ്രില്യൻ്റ് സ്കൂളിനെ കുറിച്ച് കേട്ടപ്പോൾ, ബ്രില്യൻ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ലോകം മൊത്തം അറിയാവുന്നൊരു വലിയ സ്ഥാപനമാണല്ലോ. എല്ലാവരും ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയൊക്കെ അതുപോലുള്ള വല്ല വിദ്യാഭ്യാസ മേഖലയിൽ ജ്വലിച്ചിരിക്കുന്ന ഒരു താരമാണല്ലോ. ഒരു സൂര്യൻ എന്ന് വേണമെങ്കിൽ പറയാം ബ്രില്യൻ്റ് ഈ രംഗത്ത്. തീർച്ചയായിട്ടും പറയാം, അങ്ങനെ അഭിമാനത്തോടെ എനിക്കും പറയാൻ കഴിയും. അങ്ങനെ എൻ്റെ മോള് ഇവിടെ കൊച്ചു സ്ഥാപനയ്ക്ക് ഇവിടെ പഠനത്തിന് വന്നു ചേർത്തു. ആദ്യമൊക്കെ ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു, പുള്ളിക്കാരത്തേക്കൊക്കെ വലിയ ടെൻഷനായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി. അവളിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾ നല്ല എല്ലാത്തിനും A+ മേടിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ ചില ഏറ്റക്കുറച്ചിലൊക്കെ വരുന്നുണ്ട്. സ്വാഭാവിക കൊച്ചുകുട്ടികളല്ലേ, മാറുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരും. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ നല്ല ബ്രില്യൻ്റിലെ അല്ലെ നല്ല ബ്രില്യൻ്റ് സ്റ്റുഡൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കണം. അല്ലേ മോളെ? ആണോ? ബ്രില്യൻ്റ് തന്നെ ആണോ? ആ ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് ആകണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. വേറെ ആകണം, അവരെക്കാൾ മുമ്പിലോട്ട് ചാടിയില്ല, പുറകിലാകരുത്. ഇല്ലേ? നമ്മളിപ്പോഴും ഫസ്റ്റ് ആകാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ. മറ്റേ ഫസ്റ്റ് റാങ്ക് ഒരാൾക്കല്ല പറ്റത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് റാങ്ക് ഒന്നും വേണമെന്നില്ല. അങ്ങനെ അത്ര അതിൽ കൂടുതൽ കൊതിക്കണ്ട. ഒരു 100-നകത്തോ 200-നകത്തോ കൊതിച്ചാൽ ചിലപ്പോൾ അതിനകത്തൊക്കെ വരും. നമുക്ക് അതൊക്കെ പ്രതീക്ഷയുണ്ടോ? ഇവിടുത്തെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? സത്യം പറയാം, നല്ല പഠിത്തം. അപ്പോഴേ ജോസഫ് മാത്യു സാറേ, സാർ ഇവിടുത്തെ കോർഡിനേറ്ററാണല്ലോ. സാറിന് ഇതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് ഒരു നാക്കൊന്നും പോരാ, 10-100 നാക്കോ വേണ്ടി വരും ഇല്ലേ? അത്രയ്ക്ക് ബ്രില്യൻ്റായിട്ട് ഞങ്ങളും പറയുന്നുണ്ട്. ആ നാവിൻ്റെ പകുതി ഭാഗം ഞങ്ങൾ ഏറ്റെടുക്കണം. കാര്യം ഞങ്ങളാണ് ഇതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഇവിടെ പഠിച്ച് റാങ്ക് ലിസ്റ്റ്. എൻ്റെ ഒരു പെങ്ങളുടെ മോളുണ്ടായിരുന്നു, അവൾ ഇവിടുന്ന് പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞു. ഇവരുടെ അമ്മയും മോളും ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ഡോക്ടേഴ്സാണ്. ഇതിപ്പോൾ എൻ്റെ ഇത് സഹോദരിയുടെ മകളാണ്. എൻ്റെ കൊച്ചുമോളെങ്കിൽ എൻ്റെ കൊച്ചുമോളെ പോലെ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊതുവിലുള്ള ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ? സാർ, നമ്മുടെ കാര്യങ്ങളെല്ലാം ബ്രില്യൻ്റിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ആക്ച്വലി സാറിൻ്റെ കൊച്ചുമോളോട് പഠിക്കുന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സാറ് ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സസ്പെൻസ് ആയിരുന്നു. ആക്ച്വലി ഇത് ഒന്നാണല്ലോ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, നേരിട്ട് കണ്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞാൻ 2-3 വട്ടം കുട്ടീനെ നേരിട്ട് കാണുകയും വിളിക്കുകയും, പ്രാവശ്യം സാറിനെയും ഞാൻ വിളിച്ചിരുന്നു. ഫോൺ നമ്മൾ കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യും. അതോടൊപ്പം ടീച്ചറോടും ഇവരുടെ ഹോസ്റ്റലിലെ മെൻറ്ററോടും നമ്മൾ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും, കുറിച്ച് പഠിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം കുഴപ്പമില്ലാതെ നല്ലൊരു റിപ്പോർട്ട് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഈ ഇടപെടലും കരുതലുമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പേരൻസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ കുട്ടികളുടെ സെക്യൂരിറ്റിയാണ്. നിങ്ങൾ പഠിക്കുന്നോ എന്ന് മേൽനോട്ടം വഹിക്കുന്നോ അവളെ കൂടെ കരുതി കൊണ്ട് നടക്കുന്നോ എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ചിന്ത. അതിന് നിങ്ങൾ 100 അല്ല 101% നിങ്ങൾക്ക് മാർക്കുണ്ട്. അത് ഞങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് സാറേ മാക്സിമം ഞങ്ങൾ നിങ്ങളുടെ അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഇവരുടെ കൂടെയുള്ള വേറെ കുട്ടികളൊക്കെ ഉണ്ട്. അവരെല്ലാം പറയുന്നത് ഇല്ല പഠിപ്പിക്കുന്നെങ്കിൽ ബ്രില്യൻ്റ് തന്നെ പഠിപ്പിക്കണമെന്ന് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പറയുന്നത് കുട്ടികൾക്ക് നിങ്ങൾ റാങ്ക് മേടിക്കണോ ഇവിടെ പഠിപ്പിക്കുക. ഏതായാലും വളരെ സന്തോഷമാണല്ലേ? തീർച്ചയായിട്ടും കുട്ടികൾ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം സാറിൻ്റെ മോള് ഇവിടെ മാരിഗോൾഡ് ഹോസ്റ്റലാണല്ലോ, അപ്പോൾ അവർ ഹോസ്റ്റലിലും നന്നായിട്ട് നല്ല രീതിയിലാണ് അവർ കാര്യങ്ങളെല്ലാം സ്റ്റഡി ടൈമൊക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല പെർഫോമൻസാണ് കുട്ടികൾ ഇതുവരെയും വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും 2025 നല്ലൊരു റാങ്ക് നമുക്ക് തീർച്ചയായിട്ടും അശ്വതിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ R1 ബാച്ചിലാണ് പഠിക്കുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ ശ്രീലക്ഷ്മി മിസ്സ്. ഇവിടുത്തെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ പ്രൊഫസേഴ്സ് ആയാലും ഡൗട്ട് പറയാനൊക്കെ അടിപൊളി ക്ലാസ്സാണ്. പിന്നെ ഹോസ്റ്റലാണെങ്കിലും അടിപൊളിയാണ്. ഫുഡും അടിപൊളിയാണ്. ആഹാരമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും തരാറുണ്ടോ? നീ ആഹാരം കഴിക്കാനൊന്നും വലിയ ഇച്ചിരി മടിക്കുകയാണ്, എങ്കിലും ഇപ്പം കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു ഇത് ഭക്ഷണപ്രിയ കൂടി ആയിട്ട് വേണം വരാൻ. ഇവിടെ എല്ലാവിധ ഭക്ഷണങ്ങളും ക്യാൻറ്റീനൊക്കെ അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ? എന്തിവിടെ അടിപൊളി അല്ലാത്തതെന്ന് തോന്നാം? ഒന്നുമില്ല. ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, പഠനം, തീറ്റ, ഹോസ്റ്റൽ എല്ലാം അടിപൊളിയാണ്. പിന്നെ കോർഡിനേറ്റേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ ഒന്നും അടിപൊളി അല്ലാത്തതില്ല. ഇതിൽ കൂടുതൽ എന്താ വേണം? ഇതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് എന്താ വേണം ഒരു കുട്ടികൾ? പിന്നെ ടീച്ചർക്ക് ഒന്ന് കൊടുക്കില്ലേ? ശ്രീലക്ഷ്മി ടീച്ചറെ, ഈ പെൺകുട്ടികളെ മേച്ചുകൊണ്ട് നടക്കുന്ന വലിയ പാടാന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം, ടീച്ചർക്കും അറിയാം അല്ലേ? അങ്ങനെ ഉണ്ടോ? ഉള്ളതാണോ? അങ്ങനെയൊന്നുമില്ല. ആള് നന്നായിട്ട് തന്നെ, അതായത് നമ്മുടെ മിക്സഡ് ബാച്ചാണ്, ബോയ്സും ഗേൾസും കൂടെ ഉള്ള മിക്സഡ് ബാച്ചാണ്. അവര് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് ക്ലാസ്സിലെ എല്ലാവരും തന്നെ. അവര് അതായത് ക്ലാസ്സിൽ ഇപ്പം നമുക്ക് കൺട്രോൾഡ് ഹോസ്റ്റലിലെ കുട്ടികൾ, ഇവര് കൺട്രോൾഡ് ഹോസ്റ്റലിലെ കുട്ടികളാണ്, പിന്നെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലെ കുട്ടികളും ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ തന്നെ. അപ്പം അവരുടെ മാർക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം മുതലേ ഇപ്പം വരെയുള്ള സ്കോർസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല മാർക്ക് അറ്റൈൻ ചെയ്യുന്ന കുട്ടികളാണ്. അവർ നന്നായിട്ട് പരിശ്രമിക്കുന്ന കുട്ടികളാണ്. അതായത് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അവർ ഓരോ തവണയും എക്സാം കഴിയുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് കാർഡ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്, റിപ്പോർട്ട് കാർഡ് തിരിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഇവരോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ എന്തൊക്കെയാണോ ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാറുണ്ട്. പിന്നെ ഇപ്പം മാർക്കിൻ്റെ ഇപ്പം ചില സമയത്ത് ഇപ്പം എല്ലാ എക്സാംസിനും ഒരേ രീതിയിൽ നമുക്ക് മാർക്ക് നിൽക്കണമെന്നില്ല. ചില എക്സാംസിന് നമുക്ക് ടോപ്പിക്ക് വരുന്ന അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ സമയത്ത് ടോപ്പിക്ക് വൈസ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞത്. അങ്ങനെയൊക്കെ വരുന്ന റീസൺ കൊണ്ട് മാർക്ക് കുറഞ്ഞ് ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും അവർ പിന്നത്തെ എക്സാമിൽ നമ്മളോട് വന്ന് സംസാരിച്ച് കഴിഞ്ഞ് പിന്നത്തെ എക്സാമിൽ അതിലും കൂടുതൽ മാർക്കോടുകൂടി അവർക്കൊരു വാശിയുണ്ട്, ഇന്ന മാർക്ക് വാങ്ങിക്കൂ എന്നുള്ളൊരു വാശിയോടുകൂടി നല്ലൊരു സ്കോറിലേക്ക് എത്തുന്ന കുട്ടികളാണ് ഇവർ. അപ്പം അശ്വതിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അശ്വതി ഏറ്റവും നല്ല നമ്മുടെ ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ തന്നെ നിൽക്കുന്ന ആള് തന്നെയാണ് ക്ലാസ്സിൽ. ഞാൻ വന്നോണ്ട് എന്നോട് പറയുന്നത് സോപ്പല്ലേ? അല്ലല്ല നല്ല കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ആൾക്കാണെങ്കിലും ഏറ്റവും ആദ്യമത്തെ എക്സാംസ് ഒക്കെ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ നമുക്ക് എക്സാംസ് ഒക്കെ ആണെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, പല മോഡലിലുള്ളവർക്ക് പല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നീറ്റിന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ഇത്ര ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ എന്ന്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാൻ ഭാഗത്തിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും അവർ വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ പ്രൊഫസേഴ്സിനോടൊക്കെ ആണെങ്കിലും ഇവിടെ പോയി ഡൗട്ട് ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് അത് നോക്കി തന്നെ അവർ പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ നിങ്ങളുടെ പാലക്കാർ രണ്ടുപേരുണ്ട്. പാലക്കാരുടെ സ്വന്തം സ്ഥാപനമാണ്, നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള മുറ്റത്തുള്ള സ്ഥാപനമാണ്, ലോകം മൊത്തം അറിയാവുന്ന സ്ഥാപനമാണ്. ലോകത്ത് മൊത്തം അറിയാവുന്ന പാലായിലെ ഏക സ്ഥാപനം ഏതാന്ന് ചോദിച്ചാൽ പറയാം. 100% ശരിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചുവിടുന്ന പാലായിലാണ്. ഇപ്പം വയസ്സ് 55-56 ഈ 56 വർഷത്തിനുള്ളിൽ ഏകദേശം 40 വർഷമായി ബ്രില്യൻ്റ് തുടങ്ങിയിട്ട്. എന്റെ ബന്ധുവാണ് സെബാസ്റ്റ്യൻ സാറ്, അടുത്ത ബന്ധുവാണ്. ജോർജ് സാറ് നമ്മുടെ പഴയ സുഹൃത്താണ്. സ്റ്റീഫൻ സാർ എന്റെ ബന്ധുവാണ്. അവർ 4 പേര് കൂടി. നിങ്ങളുടെ അപ്പച്ചൻ എന്തുകൊണ്ട് ഇവിടെ അയക്കാൻ തോന്നിയില്ല? അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തെ പറ്റി കാരണവന്മാർക്ക് ഇത്രയും ഒരു കാഴ്ചപ്പാട് വന്നിട്ടില്ല, ഇത്രയും കാഴ്ചപ്പാട് വന്നിട്ടില്ല എന്നതാണ് അതിൻ്റെ അകത്ത് യഥാർത്ഥ കാര്യം. ഇന്ന് ഇപ്പം എൻ്റെ പിള്ളേരുടെ കാര്യത്തിൽ ഞാനൊത്തിരി കാഴ്ചപ്പാട് നോക്കുന്നുണ്ട്, സാർ നോക്കുന്നുണ്ട്, ടീച്ചർ നോക്കും,
ഇപ്പം സാറ് നോക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാറിന് കുറച്ചുകൂടെ ലോകപരിചയം കൂടുതലുള്ളതുകൊണ്ടാണ് സാറ് കൊച്ചുമകളുടെ കയ്യിൽ കൂടുതൽ നോക്കാൻ കാരണം. എൻ്റെ ഫാദർ എന്ന് വെച്ചാൽ കൃഷിക്കാരാണ്. അപ്പോൾ കാർഷിക മേഖല ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ അത്ര നോക്കിയില്ല എന്നൊരു സത്യമാണ്. ഇതൊരു സ്ഥാപനം നിങ്ങളുടെ നാട്ടിലുള്ളത് നിങ്ങൾ 100% ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാം. എവിടെയും പറയാം, ലോകത്തിൽ എവിടെ ചെന്നാലും പറയാം. ഈ ബ്രില്യൻ്റ് എന്ന് പറയുന്നത് വലിയ സ്ഥാപനമാണ്, നല്ല സ്ഥാപനമാണ്. നമുക്ക് മലയാളത്തിൽ പറഞ്ഞ കണ്ണുടച്ച് നമുക്ക് ധൈര്യമായിട്ടും കുഞ്ഞുങ്ങളെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന നല്ല സ്ഥാപനമാണ്. കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാം, പക്ഷേ കുഞ്ഞുങ്ങളോട് വിചാരിക്കണം. കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം മുമ്പേ സാർ തോമസ് മാച്ച് സാർ പറഞ്ഞില്ല ഇവിടുത്തെ ഡിസിപ്ലിൻ അത്ര സ്ട്രിക്റ്റാന്ന് പറഞ്ഞില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധം വരത്തില്ല. ആ ഒരു സംവിധാനത്തേക്കാണ് ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ആൾക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനമായിട്ട് നമുക്ക് ആര് ചോദിച്ചാലും നമുക്ക് ധൈര്യമായിട്ട് പറയാം. കുഞ്ഞുങ്ങളെ അയച്ചോളം നമുക്ക് ധൈര്യമായിട്ട് വാക്ക് കൊടുക്കുകയും ചെയ്യാം. ഒരു പ്രശ്നങ്ങളും നമുക്കില്ല. കാരണം നമുക്ക് അത്രയും അഭിമാനമായിട്ട് തന്നെ നമ്മൾ പറയുന്നത്, 100% അഭിമാനമായിട്ട് തന്നെ പറയുന്നതാണ്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും. ഏതായാലും അങ്ങനെ വളരെ പ്രതീക്ഷയും വളരെ ജീവിതത്തിൽ നമ്മുടെ ഈ 8, 9, 10 പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനൊക്കെ ഒരുമാതിരി പഠിക്കുന്ന കുട്ടികളുടെ പേരൻസൊക്കെ എപ്പോഴും പറയും നമുക്ക് മെഡിസിൻ പോകണം, എഞ്ചിനീയറിംഗ് പോകണം. അപ്പോൾ അവിടെ വരുമ്പോൾ പെട്ടെന്ന് ആദ്യം വരുന്ന വാക്കാണ് ബ്രില്യൻറ്റ്. ആ ബ്രില്യൻറ്റിൽ വന്നിരിക്കാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ഇതൊരു മായാപ്രപഞ്ചം പോലെ തോന്നുന്നുണ്ട്. നമ്മൾ അമേരിക്കയിലൊക്കെ പോകുന്നുണ്ട് ഈ ഇവിടെ പോകുന്നതിൻ്റെ കൂട്ട് പ്രതീതി സ്ഥാപനങ്ങൾ ഒരുപാട് D ബ്ലോക്ക്, A ബ്ലോക്ക് ഒക്കെ നടന്ന് കറങ്ങുക. ഇത്രയും ബൃഹത്തായ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ നിലയുന്നതിൽ അതിന് എല്ലാവരും കൂടെ പ്രോത്സാഹനത്തിനെല്ലാം സന്തോഷം. ഇതൊരു വലിയ ഇനിയും വളരാനൊന്നുമില്ല. ഇനി ഇതങ്ങ് വിദേശങ്ങളിലൊക്കെ പോകണം. ബ്രില്യൻ്റ് ഇനി നമ്മുടെ കേരളം വിട്ടിട്ടുണ്ട്. അമേരിക്ക ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ദുബായിലും ഖത്തറിലൊക്കെ വിട്ടങ്ങ് പോകണം. പോയെങ്കിൽ ലോകം മൊത്തം പെരക്കട്ടെ എന്ന് ഞാനും അവരോടൊപ്പം ആശംസിക്കുന്നു. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി ചോദിക്കുക, ഇവിടുത്തെ വിജയ ശതമാനമൊക്കെ എങ്ങനെയാണ്? എത്ര പെർസെൻറ്റേജ് വരെ, അല്ലെങ്കിൽ ഏത് റാങ്കിനകത്തുള്ളവർക്കാണ് സാധാരണ നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നത്? സാറേ, നമ്മുടെ 2024 റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്ട്രെങ്ത് 5200-ലധികം MBBS സീറ്റാണ് നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഡൽഹി എയിംസ് ആണല്ലോ. അപ്പം ഡൽഹി എയിംസ്, ജിപ്മർ പോണ്ടിച്ചേരി ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ബ്രില്യൻ്റ് കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, കോഴിക്കോടൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികളേ ഉള്ളൂ. ഒരു 95% ഏതൊരു കോളേജ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് വഴിയും. കേരളത്തിൻ്റെ ആവറേജ് റിസൾട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ 90%-ലധികം കുട്ടികൾ, 90%-ലധികം കുട്ടികൾ നമ്മുടെയാണ്. ഓൾ ഇന്ത്യ ലെവൽ എടുത്തു കഴിഞ്ഞാൽ 10%, ഓൾ ഇന്ത്യ ടോട്ടൽ നീറ്റ് സീറ്റിൻ്റെ 10% നമ്മുടെ കുട്ടികൾ കയറി പോകുന്നുണ്ട്. പിന്നെ മറ്റു കോഴ്സുകൾ BDS, മറ്റ് മെഡിക്കൽ കോഴ്സുകൾ മറ്റ് വേറെ, നമ്മൾ MBBS മാത്രമാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്. അത് ഈ ഒരു റേഞ്ചിൽ നമ്മുടെ കുട്ടികൾ എല്ലാ വർഷവും, അപ്പം മുൻ വർഷങ്ങളെക്കാളും ഏകദേശം ഒരു 400-450 സീറ്റ് ഈ വർഷം നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റി. കഴിഞ്ഞ വർഷം 4500 ആയിരുന്നു, ഈ വർഷം അത് 5200 ആയി. അടുത്ത വർഷം ഞങ്ങൾ 6000-ലധികം വാങ്ങിക്കണം എന്നൊരു കാൽക്കുലേഷനാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് റാങ്ക് ലിസ്റ്റിനകത്തുള്ളവരെയാണ് സാധാരണ ഇത് നമുക്ക് അഡ്മിഷൻ പ്രതീക്ഷിക്കാവുന്നത്? സാർ, ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ 25,000-ൽ താഴെ വരുന്നൊരു റേഞ്ച്. അപ്പോൾ ഓൾ ഇന്ത്യ 25,000 താഴെ ആണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു MBBS സെറ്റ്, ഏറ്റവും ടോപ്പ് മുതൽ എയിംസ് മുതൽ താഴോട്ട് വരുമ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു MBBS സീറ്റ് ഓൾ ഇന്ത്യ സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സീറ്റിൽ നിന്നോ അവൈലബിൾ ആയിരിക്കും. അത് പേയ്മെന്റ് സീറ്റ് ഇല്ലേ? അല്ല, പേയ്മെന്റ് ഇല്ലാതെ അത് വേറെയുണ്ട്. നമ്മൾ ഗവൺമെന്റ് സീറ്റിന്റെ ആ റേഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞത്, 25,000 റേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ആക്ച്വലി നമ്മുടെ കേരളത്തിൽ എത്ര സീറ്റാണ് ഉള്ളത് MBBS? കേരളത്തിൽ നമുക്ക് MBBSന് സെൽഫ് ഫിനാൻസിംഗ് ഉൾപ്പെടെ വരുമ്പോൾ 4500 സീറ്റ് വരുന്നുണ്ട്. ഏതായാലും ഇവിടെ വന്ന് എൻ്റെ പുത്രിയെ കാണാൻ പറ്റി, ഒരുപാട് പുത്രിമാരെ കാണാൻ പറ്റി. അവരുടെയൊക്കെ പുറത്തുള്ള സന്തോഷവും കണ്ടു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ റോഡിൽ കൂടെ ഒക്കെ പിള്ളേർ സ്മാർട്ടായിട്ട് നടന്നു പോകുന്ന കാണുമ്പോൾ അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ അതിനൊക്കെ സന്തോഷമുണ്ട്. അതിലും വളരെ വളരെ സന്തോഷം. എല്ലാ ഭാവങ്ങളും, എല്ലാ വിജയങ്ങളും, എല്ലാ പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.